നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലണ്ടനിൽ നിന്ന് മാന്തിയെടുത്തു കൊണ്ടുവന്ന ആ മസാല ബോണ്ട് പണം ഇപ്പോൾ സർക്കാർ തിരിച്ചടച്ചിരിക്കുന്നു. മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വട്ടം പിടിക്കുമ്പോഴാണ് അസാധാരണമായ ചില നീക്കങ്ങൾ പുറത്തുവരുന്നത്. മസാല ബോണ്ട് തുകയായ 2150 കോടി രൂപ പലിശയടക്കം തിരിച്ചു കൊടുത്തിരിക്കുന്നു. മുതലും പലിശയും തിരിച്ചടയ്ക്കാൻ കാണിച്ച ഈ അമിത വേഗത തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തുന്നത്. 1045 കോടി രൂപയോളം പലിശ ഇനത്തിൽ മാത്രം കേരളം അടച്ചു തീർത്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അടച്ച പലിശ തുകയെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുമ്പോഴാണ് ഇപ്പോൾ 3000-ലധികം കോടി രൂപ അസാധാരണ വേഗതയിൽ തിരിച്ചടച്ചിരിക്കുന്നത്. കടമെടുത്ത തുകയുടെ പാതിയോളം പലിശ ഇനത്തിൽ തിരിച്ചടയ്ക്കുക, അതിവേഗത്തിൽ പലിശയും മുതലുമൊക്കെ തിരിച്ചടയ്ക്കുക, ഒരിക്കലും കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ മസാല ബോണ്ടിൽ സംഭവിക്കുന്നത്. മസാല ബോണ്ട് ഇറക്കിയ വിഷയത്തിൽ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നു. കുറഞ്ഞ പലിശ നിരക്കിൽ കിഫ്ബിക്ക് പണം കിട്ടുമെന്നിരിക്കെ എന്തിനാണ് 9.72% ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെത്തി പണം വാങ്ങിക്കൂട്ടിയത് എന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും ശക്തമാകുന്നത്. കൊള്ളപ്പലിശയ്ക്ക് കനേഡിയൻ കമ്പനിയായ CDPQവിൽ നിന്നാണ് കിഫ്ബി മസാല ബോണ്ട് വാങ്ങിയത്. ഇക്കാര്യത്തിൽ തോമസ് ഐസക് മറുപടി പറഞ്ഞേ തീരൂ എന്ന ഒറ്റ വാശിയിലാണ് ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. DCPQ എന്ന കനേഡിയൻ കമ്പനിക്ക് പിണറായി വിജയന് നേരത്തെ ബന്ധമുള്ള ലാവ്ലിൻ എന്ന കനേഡിയൻ കമ്പനിയുമായി ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നിരവധി പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച ചില ഗുരുതര വെളിപ്പെടുത്തലുകൾ രമേശ് ചെന്നിത്തല പലവട്ടം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തെളിവുകളോടെ നിരത്തിയിരുന്നു. 9.72% എന്ന കൊള്ളപ്പലിശ നിരക്കിൽ കിഫ്ബിക്ക് വേണ്ടി പണം കടമെടുക്കുന്നതിനെ അന്നത്തെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഒക്കെ എതിർത്തിരുന്നു. എങ്കിലും ഇത്തരമൊരു കടമെടുപ്പിന് എന്തുകൊണ്ട് തോമസ് ഐസക് വാശി പിടിച്ചു? ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തുക കമ്മീഷൻ ഇനത്തിൽ ആരെങ്കിലും കൈപ്പറ്റിയോ? ചീഫ് സെക്രട്ടറിയുടെയും ധനകാര്യ സെക്രട്ടറിയുടെയും ഒക്കെ എതിർപ്പുകൾ മറികടന്നാണ് തോമസ് ഐസക് ഈ ഉശിരൻ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിന് മസാല ബോണ്ട് ഇടപാടിൽ കൈ കഴുകാൻ പറ്റില്ല. 1-2 7 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് തോമസ് ഐസക്കിന് കത്ത് നൽകി. എന്നാൽ 7 വട്ടവും ഒഴിഞ്ഞുമാറിയ തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോഴും അനുകൂല വിധി പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് തോമസ് ഐസക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി ചോദ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞാൽ കൃത്യമായി മറുപടി പറഞ്ഞില്ല എങ്കിൽ അത് ഈ കേസിൽ വലിയ അബദ്ധമായി മാറും എന്ന് ഐസക്കിന് വ്യക്തമായി അറിയാം. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചതിന് സമാനമാണ് കേരളത്തിലെ സാഹചര്യവുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അടക്കം പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഡൽഹിയിൽ സംഭവിച്ചത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. 8 തവണ സമൻസ് കൈമാറിയിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് അരവിന്ദ് കെജ്രിവാൾ ഹാജരായില്ല. ഒടുവിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ED. സമാനമായ സാഹചര്യം തോമസ് ഐസക്കിന്റെ കാര്യത്തിലും സംഭവിക്കുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. തുടർച്ചയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയക്കുന്ന നോട്ടീസുകൾ അവഗണിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോഴും ഐസക് പയറ്റുന്നത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഘട്ടത്തിലെത്തി. ഹൈക്കോടതി കേസിൽ വെള്ളിയാഴ്ച വിധി പറയും. കേരളത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടുന്നില്ല, കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ച കേരള സർക്കാർ ഐസക്കിന്റെ കാര്യത്തിൽ വെള്ളം കുടിക്കുകയാണ്. കിഫ്ബിയെ പോലുള്ള സ്ഥാപനങ്ങൾ ഉത്തരവാദിത്വമില്ലാതെ കടമെടുത്തതാണ് കേരളത്തിന്റെ ധനകാര്യ പ്രതിസന്ധിക്ക് കാരണമെന്ന് ഒടുവിൽ സുപ്രീം കോടതിക്ക് പോലും പറഞ്ഞു വെക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാർ പൊതുക്കടത്തിലേക്ക് കിഫ്ബിയുടെ കടം കൂടി ചേർത്ത് വെച്ചതാണ് കേരളത്തെ കൂടുതൽ വിഷമവൃത്തത്തിലാക്കിയത്. അതിനാവട്ടെ നേതൃത്വം കൊടുത്തത് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്. ധനകാര്യ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും തനിക്കറിയാം എന്ന ധാരണയാണ് ഐസക്കിനുള്ളത്. തോമസ് ഐസക്കിനെ രക്ഷിക്കാൻ കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാം പഠിച്ച പണി 18 പയറ്റി. കിഫ്ബി വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് ഒരുവിധ പങ്കുമില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാം കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരുന്നു. മസാല ബോണ്ടിനായി സമാഹരിച്ച 2150 കോടി രൂപയും പലിശയും തിരിച്ചടച്ചു കഴിഞ്ഞു എന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ
ഡോക്ടർ KM എബ്രഹാമിന്റെ സത്യവാങ്മൂലം വന്നതോടെയാണ് ഇക്കാര്യം കേരളം തിരിച്ചറിയുന്നത്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ കിഫ്ബിയുടെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു തോമസ് ഐസക്. എന്നാൽ മസാല ബോണ്ട് ഇറക്കിയ ഈ സംഭവത്തിൽ മുഖ്യ പങ്കുണ്ട് എന്ന ആരോപണം KM എബ്രഹാം തന്റെ സത്യവാങ്മൂലത്തിൽ നിഷേധിച്ചിരുന്നു. മസാല ബോണ്ടിനെതിരെ ഏറ്റവും ശക്തമായ ആരോപണങ്ങൾ ഉയർത്തിയത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല. തോമസ് ഐസക്കിനെ ഏറിൽ നിർത്തുന്ന നിരവധി പ്രസ്താവനകളാണ് അദ്ദേഹം തൊടുത്തത്. 2019 ഏപ്രിലാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്തത്. 2019 മെയ് 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിന്റെ പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുന്നു. എന്നാൽ പബ്ലിക് ഇഷ്യൂ ആരംഭിക്കുന്ന മെയ് 17 മുൻപ് മാർച്ച് 26 29 ഇടയ്ക്ക് കനേഡിയൻ കമ്പനിയായ DCPQവുമായി ഇടപാട് നടന്നു കഴിഞ്ഞു. മാർച്ച് 29 കിഫ്ബിക്ക് പണം ലഭിച്ചു. രഹസ്യമായി കച്ചവടം നടത്തി പണം വാങ്ങിയതിനു ശേഷമാണ് ഇതിന്റെ സിസ്റ്റിങ്ങും പബ്ലിക് ഇഷ്യൂവും ഒക്കെ നടന്നത്. മസാല ബോണ്ടുകളെ പബ്ലിക് ഇഷ്യൂവിന് മുമ്പ് പ്രൈവറ്റായി പ്ലേസ്മെന്റ് നടത്തിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. മസാല ബോണ്ട് ഇടപാടിൽ പ്രവർത്തിച്ച DCPQ എന്ന കമ്പനിക്ക് ലാവ്ലിൻ കമ്പനിയിലുള്ളത് 20% ഓഹരികൾ. കാനഡയിലെ ഈ കമ്പനിയുമായി പിണറായി വിജയന് എന്തു ബന്ധമെന്നാണ് അന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചത്. മുതലും പലിശയും ഉൾപ്പെടെ 3195 കോടി രൂപ തിരിച്ചടയ്ക്കുക, കൃത്യസമയത്ത് കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കുക കേരളത്തിന്റെ അജണ്ടയിലുള്ള കാര്യമല്ല. എങ്കിലും മസാല ബോണ്ടിൽ ഉടനടി ഈ കഷ്ടകാലത്തും പണം തിരിച്ചടച്ചത് ഐസക്കിനെ രക്ഷിക്കാൻ വേണ്ടിയെന്ന് വാസ്തവം. മസാല ബോണ്ട് കേസിൽ ഇന്നലെയും തോമസ് ഐസക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായില്ല. സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് ഐസക് നൽകിയ ഹർജിയിൽ വെള്ളിയാഴ്ച വിധി പറയും. അതുകൊണ്ട് തന്നെ 2 ദിവസങ്ങൾ എങ്ങനെയെങ്കിലും തള്ളിവിടുകയാണ് ഇപ്പോൾ ഐസക്കിന്റെ ലക്ഷ്യം. വെള്ളിയാഴ്ച വരെ കടുത്ത നടപടികൾ പാടില്ല എന്ന് കോടതി EDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒറ്റ ബലത്തിലാണ് ഇപ്പോൾ തോമസ് ഐസക് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമ ലംഘനമുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമാണ് മുൻ ധനകാര്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 7ാം തവണയും നോട്ടീസ് അയച്ചത്. വിദേശ നിക്ഷേപകരിൽ നിന്ന് പ്രാദേശിക കറൻസിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനുള്ള കടപ്പത്രങ്ങളാണ് മസാല ബോണ്ട് എന്നറിയപ്പെടുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് വിദേശ നിക്ഷേപകരിൽ നിന്നും കിഫ്ബി മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്തിയതും. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഐസക്കിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ പരീക്ഷണങ്ങൾ നിറഞ്ഞതാവും. അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ച ദുർഗതി ഐസക്കിനുമുണ്ടാകുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു. പണം തിരികെ കൊടുത്താൽ കേസില്ലാതാകും എന്ന പ്രതീക്ഷയാണോ ഐസക്കിന്? പണം തിരികെ കൊടുത്താലും അതിലെ നടപടിക്രമങ്ങളുടെ പിശകിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടും എന്നതിൽ സംശയം വേണ്ട. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഐസക്കിനെ ചോദ്യം ചെയ്യുക മാത്രമല്ല അറസ്റ്റ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.